നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് പ്രകാശൻ കല്യാണിയോടും കാദംബരിയോടും കൂടെ സംസാരിക്കുകയാണ്. ആ സമയത്ത് പ്രകാശൻ പറഞ്ഞു, ഞാൻ വിക്രത്തിനെ കൊന്നില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വിക്രം കല്യാണി മോളെ തീർത്തേനെന്ന് പറഞ്ഞു. അതുകൊണ്ടാ സ്വന്തം പെങ്ങളെ കൊന്നുകളയുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അവന്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ മോളെ ഞാനത് ചെയ്തേ. അല്ലായിരുന്നെങ്കിലും അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ പല ആപത്തുകളും സംഭവിക്കുമായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു, അച്ഛൻ അതൊന്നും ഓർത്ത് ഇനിയിപ്പൊ സങ്കടപ്പെടുവൊന്നും വേണ്ടാന്ന് പറഞ്ഞു. സങ്കടോ? എനിക്കെന്ത് സങ്കടം? മോള് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ എത്രമാത്രം ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ടെന്നറിയോ? ഇനി അടുത്ത ജന്മത്തിലെങ്കിലും നിങ്ങൾ എല്ലാവരുടെ മക്കളായിട്ട് വരണം. പിന്നെ വിക്രം ഉണ്ടല്ലോ, അവൻ എൻ്റെ മകനായി ജനിച്ച് നിങ്ങൾ നല്ല പോലെ നോക്കുന്ന, സഹോദരിമാരെ പൊന്നുപോലെ നോക്കുന്ന ഒരു സഹോദരനായിട്ട് വരണമെന്ന്, അതൊക്കെ എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങളാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു, ഇനിയിപ്പോൾ അച്ഛൻ എന്തിനാ അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് വിഷമിക്കണേ? അച്ഛനിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. നവീൻ വക്കീലെപ്പോഴും നല്ലൊരു വക്കീലിനെയാണ് അച്ഛന് വേണ്ടിയിട്ട് കിരണേട്ടന് ഏർപ്പാടാക്കുന്നത്. അതുകൊണ്ട് അച്ഛൻ അധികം വൈകാതെ പുറത്തു വരാൻ പറ്റും. അല്ല, അച്ഛനോട് മരുന്നും കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് തന്നെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? മരുന്നിനൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല മോളെ, അതൊക്കെ എനിക്ക് വേണ്ടതുപോലെ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ അറിയാലോ, എൻ്റെ മക്കൾക്കൊരു ആപത്ത് സംഭവിച്ചുകൂടാ. പിന്നെ മനോഹർ ഞാനും കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ സംസാരിക്കും. എപ്പോഴും ഞാൻ മനോഹറിനോട് നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയും. അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ? അവൻ്റെ മോളെ ഒന്ന് കാണാന്നുള്ള. അവൻ്റെ മോളെ ഒന്നും കൊണ്ടേ കാണിക്കണം കേട്ടോ കല്യാണി മോളെ എന്നൊക്കെ ഇങ്ങനെ കല്യാണിയോട് പറയുന്നുണ്ട്. കല്യാണി പറഞ്ഞു, ഞങ്ങൾ കൊണ്ടേ കാണിക്കാച്ചാ. ശരിക്കും ആ സരയു ശാരിയാൻ്റെയൊക്കെ മാറിയതുപോലെ വിക്രവും മാറിയിട്ടുണ്ടായിരുന്നെങ്കിലോ? അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നില്ലേ? അവനും കൂടെ ഒരു മാറ്റം സംഭവിക്കുമായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരർത്ഥമൊക്കെ ഉണ്ടായിരുന്നു. പ്രകാശം പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് പോലും കാര്യമില്ല മോളെ. ആ സമയത്താണ് കാദംബരി പറയണ, ഇതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു. സംഭവം? എന്ത് സംഭവം? അത് പിന്നെ കല്യാണി തറവാടിലായിരുന്ന സമയത്ത് കല്യാണി ആക്രമിക്കാനായിട്ട് ഒരു ഗുണ്ട അങ്ങോട്ട് വന്നായിരുന്നു. പെട്ടെന്ന് കല്യാണി ഇങ്ങനെ ഒന്ന് കണ്ണടച്ച് കാണിക്കുകയാണ്. പറയേണ്ടിയിരുന്നില്ല എന്നുള്ള രീതിയിൽ. പ്രകാശ് ചോദിച്ചു, എന്താ മോളെ? എന്താണെങ്കിലും പറ. അത് പിന്നെ ഒരു കൊലയാളിയാണ് കടന്നു വന്നേ. കല്യാണിയെ കുത്തിക്കൊല്ലാനായിരുന്നു ശ്രമം. പക്ഷേ കുത്തുമാറി ശാരിയാൻ്റിക്ക് കൊണ്ടു. ശാരിയാൻ്റി ഇപ്പോഴും ഹോസ്പിറ്റലാന്ന് പറഞ്ഞു. അത് കേട്ടതും പ്രകാശൻ സഹിക്കാൻ പറ്റിയില്ല. പ്രകാശം പറഞ്ഞു, എൻ്റെ ഭഗവാനെ, ഞാൻ എന്തൊക്കെയാ കേൾക്കണേ? എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ആരാ മോളെ അത് ചെയ്തേന്ന് ചോദിച്ചു. ആരൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. എങ്കിൽ സൂക്ഷിക്കണം മോളെ, അതാ വിക്രത്തിന്റെ കൂട്ടാളികളായിരിക്കും. ഞാൻ ആ വിക്രത്തിനെ തീർക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് അവന്മാരവിടെ ഉണ്ടായിരുന്നു. അവന്മാർ പോയെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത്. എനിക്ക് നല്ല ഭയമുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ. മോളെ സൂക്ഷിക്കണം കേട്ടോ. അച്ഛൻ പേടിക്കൊന്നും വേണ്ട, അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക. അതെ, എന്നെ കാണാനായിട്ട് ഇനി ഇങ്ങോട്ടേക്ക് വരണ്ട. എങ്ങാനും വഴിക്ക് വെച്ച് വല്ല അപകടം ഉണ്ടായാലോ? അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ട് ജീവിക്കാൻ പറ്റുമോ? അതൊന്നും ഓർത്ത് അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട, അച്ഛൻ ധൈര്യമായിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ സമാധാനിപ്പിച്ചിട്ടാണ് കാദംബരിയും കാർത്തികയും കൂടെ തിരികെ പോരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടത്തോടുകൂടി പ്രകാശന അകത്തേക്ക് വന്നു. അപ്പോഴേക്കും മനോഹർ ചോദിച്ചു, എന്ത് പറ്റി? മക്കളെ കണ്ടിട്ട് ഒരു സന്തോഷമൊന്നും കാണുന്നില്ലോ എന്ന് പറഞ്ഞു. എടാ മോനെ, അത് പിന്നെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. എന്താ അങ്കിളെ, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. അതെ, ഇപ്പോഴും അപകടങ്ങളൊന്നും ഒഴിഞ്ഞു പോയിട്ടില്ല എന്ന് പറഞ്ഞു. ഒഴിഞ്ഞു പോയിട്ടില്ലെന്നോ? എന്തൊക്കെയാ അങ്കിളെ പറയണെന്ന് ചോദിച്ചു. അതെ, കല്യാണി മോളെ കൊല്ലാനായിട്ട് ഒരു കൊലയാളി വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. കൊലയാളിയോ? ഇനിയുവോ? അതെ, ആരാ എന്താന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മനോഹർ പറഞ്ഞു, അതൊന്നും ഓർത്ത് അങ്കിള് വിഷമിക്കൊന്നും വേണ്ട. ആര് വന്നാലും കിരൺ സാർ ഇപ്പോഴേ സ്കെച്ച് ഇട്ട് കാണും, അവന്റെ കാര്യം തീർക്കുമെന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് ഭയമുണ്ട്, എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതുപോലും. അറിയാലോ, എൻ്റെ മക്കൾക്ക് ഒരു ആപത്ത് സംഭവിച്ചുകൂടാ. ഇനി അവർക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് താങ്ങാൻ പറ്റില്ല മനോഹറെ എന്ന് പറഞ്ഞു. സാരമില്ല അങ്കിളെ, അങ്കിൾ ധൈര്യമായിട്ടിരിക്കുക. കല്യാണിക്കും അതുപോലെ കാദംബരിക്കൊന്നും ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ പോലും അർത്ഥമില്ല. അറിയാലോ, എൻ്റെ മകനെ പോലും ഞാൻ കൊന്ന എന്തിനാന്ന് വെച്ചാൽ എൻ്റെ മക്കൾക്കൊരു ആപത്ത് സംഭവിക്കില്ലെന്ന് കരുതിയിട്ടാ. കല്യാണിയാണ് കുറെ കുടുംബങ്ങളുടെ നെടുന്തൂട. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതോടുകൂടി തീർന്നു, ആ കുടുംബം തന്നെ നശിച്ചെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ആരാ എന്താന്നും വല്ല വിവരം വല്ലതും കിട്ടിയോ? ഒന്നും അതിനെക്കുറിച്ച് അറിയത്തില്ല. എന്നാലും അതാരായിരിക്കും? അല്ല, ആ ഗംഗാപ്രസാദിന്റെ കൂട്ടാളികൾ ആയിരിക്കും എന്ന് പറഞ്ഞു. അതാവാൻ വഴിയില്ല. മിക്കവാറും അവന്റെ ആയിരിക്കും, ആ വിക്രത്തിന്റെ. അവന്റെ കൂട്ടാളികൾ ആരെങ്കിലും ആയിരിക്കും ഈ പണി ചെയ്തിട്ടുണ്ടായിരിക്കുന്ന. സാരമില്ല, ഞാൻ പുറത്തായിരുന്നെങ്കിൽ ഇപ്പൊ എല്ലാത്തിനും ഞാൻ തീർത്തേനം. ഞാൻ വിക്രത്തേനെ അന്വേഷിച്ചു പോയതുപോലെ തന്നെ ആ മരം ഞാൻ അന്വേഷിച്ചു പോകാനും. അകത്തായതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലോ എന്ന് പറഞ്ഞു. എന്തിനാ അങ്കിൾ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അതിനവിടെ കിരൺ സാർ ഇല്ലേന്ന് ചോദിച്ചു. അല്ല അങ്കിളെ, അങ്കിള് പറഞ്ഞായിരുന്നോ
എൻ്റെ മോളെ കൊണ്ടുവന്ന് കാണിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നടാ. അതിനെക്കുറിച്ച് കല്യാണി സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ വിഷമിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുക. ഉറപ്പായിട്ടും അവൾ കൊണ്ട് കാണിക്കുമെന്നൊക്കെ പറഞ്ഞ് മനോഹറിനെ സമാധാനിപ്പിക്കുകയാണ് പ്രകാശന്. പിന്നീട് ജയിലിൽ നിന്ന് കാദംബരി കല്യാണം കൂടെ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് കല്യാണി പറഞ്ഞു, എന്ത് പരിപാടിയെ കാദംബരിച്ച് കാണിച്ച, അച്ഛനോട് എന്തിനാ അതൊക്കെ പറയാൻ പോയെന്ന് ചോദിച്ചു. എന്നെ കൊല്ലാനായിട്ട് ഒരാൾ ഒരുത്തം വന്നെന്നുള്ള കാര്യം. അത് പിന്നെ കല്യാണി ഞാൻ പെട്ടെന്ന് അറിയാതെ പറഞ്ഞു പോയതാന്ന് പറഞ്ഞു. അറിയാതെ? അതെ, ചേച്ചിയെ കൂട്ടിക്കൊണ്ട് വരേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. ആ കാർത്തിയേച്ചി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കാർത്തിയേച്ചിയും കൂട്ടിക്കൊണ്ട് ഞാൻ വരുന്നുണ്ടായിരുന്നുള്ളൂ. കാർത്തിയേച്ചിയുടെ നാവിൽ നിന്ന് ഇങ്ങനെ അബദ്ധമൊന്നും വീഴില്ലായിരുന്നു പറഞ്ഞു. അല്ല കല്യാണി, അത് പിന്നെ ഞാൻ ചേച്ചി ഒരു കാര്യം ചിന്തിക്കണം. അച്ഛൻ്റെ വിഷമം എന്താന്ന്. കാരണം അച്ഛൻ സ്വന്തം മകനെ കൊന്നിട്ടാണ് നിൽക്കുന്നത്. അച്ഛൻ്റെ മനസ്സിൽ സങ്കടമുണ്ട്. നമ്മുടെ മുന്നിൽ അച്ഛൻ സങ്കടമില്ലെന്ന് അഭിനയിച്ചാലും എത്രയൊക്കെയാന്ന് പറഞ്ഞാൽ ആ മനസ്സിൽ വിഷമം കാണാതിരിക്കില്ലോ. ആ സമയത്ത് നമ്മൾ ഇതും കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ എത്രമാത്രം വിഷമം ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ നമ്മളെക്കുറിച്ച് മാത്രം എപ്പോഴും ചിന്തിക്കരുതെന്ന് പറഞ്ഞു. കാദംബരി പറഞ്ഞു, അതെനിക്കിപ്പോഴാണ് മനസ്സിലായത്. സോറി കേട്ടോ, ഞാൻ അത്രയും ചിന്തിച്ചില്ലെന്ന് പറഞ്ഞു. അറിയാലോ, വിക്രത്തിനെ കൊല്ലണമെന്ന് അച്ഛനെ ആഗ്രഹിച്ചിട്ട് ഒരിക്കലും ഉണ്ടാകത്തില്ലായിരിക്കും. കാരണം അവൻ മരിക്കണം എന്ന് ആഗ്രഹിച്ചു കാണുമായിരിക്കും. പക്ഷെ അച്ഛൻ്റെ കൈ കൊണ്ട് നമ്മളാണെങ്കിലും അവൻ മരിക്കണം എന്ന് ആഗ്രഹിച്ചാലും അച്ഛൻ്റെ കൈ കൊണ്ട് മരിക്കണം നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അച്ഛന് വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ ചെയ്തത്. അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ട് അച്ഛനും ഉണ്ട്. ഇനിയും നമ്മൾ ആ മനസ്സിനെ വേദനിപ്പിക്കരുത്. പാവം, നമുക്ക് വേണ്ടിയിട്ടാ അച്ഛൻ ജയിലിൽ പോയി കിടക്കുന്നത്. ആ ഒരു ഓർമ്മ വേണമെന്ന് പറഞ്ഞു. അതൊക്കെ എനിക്കറിയാം കല്യാണി, എനിക്കൊരു അബദ്ധം പറ്റിയതല്ലേ. ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല. നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണിയെ സമാധാനിപ്പിക്കുകയാണ് കാദംബരി. പിന്നീട് കല്യാണി കമ്പനിയിലേക്ക് വരുമ്പോൾ സരു ഭയങ്കര ജോലിയായിരുന്നു. അങ്ങനെ സരുവിന്റെ ക്യാമ്പിലേക്ക് കല്യാണി വന്നിട്ട് ചോദിച്ചു, ആഹാ, ഇത് ഭയങ്കര തിരക്കിലാണല്ലോ, ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണല്ലോ ജോലികളൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചു. അതെ കല്യാണി, കാരണം അതിനൊക്കെ കാരണം നിങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങളാണ് എന്നെ ജോലി ഏൽപ്പിച്ചത്. ആദ്യമൊക്കെ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പം എനിക്കത് എൻ്റെ ജീവിതമാർഗമായിട്ട് മാറിയിരിക്കുമല്ലേ. അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു, അതെ, ഇനിയിപ്പോൾ ഈ കമ്പനിക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വീതം സരുവിനും കൂടെ കിരണേട്ടൻ തരും. കിരണേട്ടൻ ആ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം സരയു മനസ്സിൽ പറഞ്ഞു, അല്ലെങ്കിലും എൻ്റെ പേരിലായിരുന്നല്ലോ ഈ കമ്പനി ആദ്യം, എന്നിട്ടാണ്ട് നീ വലിയ വർത്താനം പറയണേ എന്നൊക്കെ സരയു മനസ്സിൽ പറയണ. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, ഞാൻ നിന്നെ കാണാൻ വന്നൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. എന്താ കല്യാണി, എന്താ കാര്യം എന്താ? അത് പിന്നെയുണ്ടല്ലോ, ഞങ്ങൾ ഇന്ന് അച്ഛനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു, ഞാനും കാദംബരി ചേച്ചിയും കൂടെ. അപ്പം അച്ഛൻ ഞങ്ങളോടൊരു കാര്യം പറഞ്ഞു, മനോഹറിന് കുഞ്ഞിനെ കാണാൻ മോഹമുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ മനോഹറിനെ കൺമണി മോളെ ഒന്ന് കൊണ്ടേ കാണിക്കാമെന്ന് ആഗ്രഹമുണ്ട്. അത് കേട്ടപ്പോൾ സരി ഒന്നും മിണ്ടിയില്ല. എന്താ സരി നീ മിണ്ടാത്തെ? നീ നേരത്തെ സമ്മതിച്ചല്ലേ കൊണ്ടേ കാണിക്കുന്നതിന് കുഴപ്പമില്ലെന്ന്. അതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല, കൊണ്ടേ കാണിച്ചോ. എന്തുകൊണ്ടേ കാണിക്കാനാ തീരുമാനിച്ചിരിക്കുന്നത്? നാളെയോ? അതിനെന്താ? അങ്ങനെയല്ലേ സരിവിന് പറയാൻ പറ്റുള്ളൂ. എങ്ങാനും തിരിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംശയം തോന്നൂല്ലോ എന്നോർത്തിട്ട് സരി കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ മനോഹർ പുറത്തിറങ്ങി എത്തിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒന്നാവണമെന്ന്. അല്ല, അവൻ ഇനി എന്നാ പുറത്തിറങ്ങണമെന്ന് ചോദിച്ചു. ധൃതിയായ അവനെ കാണാനായിട്ട്. അതുകൊണ്ടല്ല കല്യാണി, ഞാൻ ചോദിച്ചെന്നുള്ളൂ. കല്യാണിക്കറിയാലോ, ഇപ്പം എൻ്റെ മനസ്സിൽ പഴയതൊന്നും ഇല്ല. കാരണം എനിക്കിനി അവനെ സ്നേഹിക്കാൻ പറ്റുമെന്നും അറിയത്തില്ല. പക്ഷെ എനിക്ക് കുഞ്ഞിനെ കാണിക്കാതിരിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് മാത്രം ഞാൻ കാണിക്കണമെന്നൊക്കെ സരയു പറഞ്ഞു. അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു, അതൊന്നും ഓർത്ത് ഇനിയിപ്പോൾ സരയു വിഷമിക്കൊന്നും വേണ്ട. എല്ലാത്തിൻ്റെ ഒരു പരിഹാരം ഉണ്ടാവും. നിനക്ക് നല്ലൊരു ജീവിതം കിട്ടും സരയു. ഞാനല്ലേ പറയണേ, നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് സരയുവിനെ സമാധാനിപ്പിക്കുകയാണ് കല്യാണി. അപ്പോഴേക്കും സരയു പറഞ്ഞു, എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ ഇതിന് ടെൻഷൻ അടിക്കണേ, എനിക്ക് ടെൻഷനൊന്നുമില്ല, എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ആ സമയത്ത് മനസ്സിൽ പറയുന്ന വേറെ കാര്യങ്ങളാണ്. ഞാൻ കിരണിനെ സ്വന്തമാക്കൂടി, നിന്നെ തീർത്തു കഴിഞ്ഞിട്ട് അതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. നിനക്കത് അറിയില്ലല്ലോ, അധികം വൈകാതെ തന്നെ നിനക്കത് മനസ്സിലാവുന്നൊക്കെയാണ് സരയു മനസ്സിൽ പറയണേ. പിന്നീട് സരയു വീട്ടിലേക്ക് വരുമ്പോഴത്തേനും താരെ ചെന്ന് കഥ തുറക്കണം. താരെ കണ്ടു കഴിഞ്ഞപ്പോൾ സരയുവിന് ഭയങ്കര ദേഷ്യമായിരുന്നു. ഇപ്പം നിനക്ക് സമാധാനമായി കാണുമല്ലോ, നിങ്ങളുടെ വളർത്തുപുത്രിയെ ഒന്ന് കൊന്നു തരാൻ പറ്റുമോ? അത്രയെങ്കിലും ഉപകാരം നിങ്ങൾക്ക് എനിക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. താര എന്തെന്നുള്ള രീതിയിൽ ഇങ്ങനെ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. എന്തു പറഞ്ഞാലും ഇങ്ങനെ നിന്നാൽ മാത്രം മതി. സ്വന്തം മകളുടെ ജീവിതം രക്ഷപ്പെടുത്താനായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിനക്ക് ചെയ്യാവോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് കിരണേട്ടനെ സ്വന്തമാക്കാനെങ്കിലും പറ്റും. അത് കേട്ടപ്പോൾ താര പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാന്ന്? എന്ത് ചെയ്യാനാന്നോ? അവിടെ അങ്ങ് തീർത്ത് കളഞ്ഞേക്ക്. അങ്ങനെയാണ് ആ ശല്യം കൂടെ ഒഴിവായി കിട്ടുമല്ലോ. എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. അവൾ എല്ലാത്തരത്തുനിന്നും രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ നിങ്ങളോട് എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുള്ളത്, എൻ്റെ മനസ്സിലിരിപ്പം എന്താണെന്ന് അങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ, അറിയാലോ. മുമ്പ് ഞാൻ പറഞ്ഞെന്നുള്ളൂ നിങ്ങളെ തീർത്ത് കളയുന്നു. പക്ഷെ ഇത്തവണ അങ്ങനെ ആയിരിക്കില്ല, നിങ്ങളെ തീർത്ത് കളയുക തന്നെ ചെയ്യും. പിന്നെ നിങ്ങൾ ഈ ഭൂമി ജീവനോടെ ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞു.
അത് കേട്ടപ്പോൾ താര പറഞ്ഞു, മോളെ ഇങ്ങനൊന്നും പറയരുതെന്ന്. പിന്നെ പറയരുത്, മിണ്ടരുത്. നിങ്ങൾക്ക് അല്ലേലും ആ കല്യാണിയോടെ താല്പര്യം എനിക്ക് നന്നായിട്ടറിയാം. കല്യാണിയാണല്ലോ നിങ്ങൾക്കെല്ലാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങനെ എന്തേലും കല്യാണ്ട് പറയാൻ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ ഞാൻ ബാക്കി വെച്ചേക്കത്തില്ല. ഈ സരുവിനെ നിനക്ക് നന്നായിട്ട് അറിയാലോ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് സരി അകത്തേക്ക് കയറിപ്പോകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, താരം നിൽക്കുകയാണ്. അപ്പം അതിൻ്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.